നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. ആത്മഹത്യയെന്ന് പൊതുസമൂഹം വിലയിരുത്തുമായിരുന്ന ജിഷ്ണുവിൻ്റെ മരണം, അത് പൊതുജനമധ്യത്തിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുവന്ന് വലിയൊരു ക്യാമ്പയിനുമായി പീപ്പിൾ ടി വി മുന്നോട്ട് പോകുന്ന രണ്ടാം നാൾ പിന്നിട്ട് കഴിയുമ്പോൾ പതിവ് പോലെ ഇന്നും കോളേജിനെതിരെ, നെഹ്റു കോളേജിനെതിരെ വലിയ ചലനങ്ങൾ, പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതേസമയം വലിയ വെല്ലുവിളി വിദ്യാർത്ഥി സമൂഹത്തോടും മാധ്യമ സമൂഹത്തോടും ഉൾപ്പെടെ വെല്ലുവിളിയുമായി നെഹ്റു കോളേജിൻ്റെ നിലപാട് ഇന്നും ആവർത്തിക്കുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പരീക്ഷയിൽ കോപ്പിയടിച്ചെന്ന കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കോപ്പിയടി നടന്നതായി റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വ്യക്തമാക്കി. സർവകലാശാല രജിസ്ട്രാറും പരീക്ഷാ കൺട്രോളറും നെഹ്റു കോളേജിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാറും പരീക്ഷാ കൺട്രോളർ S ഷാബുവുമാണ് പാമ്പാടി നെഹ്റു കോളേജിൽ തെളിവെടുപ്പ് നടത്തിയത്. ജിഷ്ണു കോപ്പിയടിച്ചതായി സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് പരീക്ഷാ കൺട്രോളർ വ്യക്തമാക്കി. ഇങ്ങനെ ഒരു കുട്ടി കോപ്പിയടിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ ഇന്നലെ മുൻകൈയെടുത്ത് ഇതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു വളരെ ഗൗരവകരമായി ഈ പ്രശ്നത്തെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇതിനെ പറ്റി ഒരു എൻക്വയറി നടത്തി ആരൊക്കെയാണ് കൺസേൺഡ് ആൾക്കാർ എന്നുള്ളത് നടത്തി അവരുടെ ഒരു മൊഴിയെടുത്ത് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. കോപ്പിയടി നടന്നാൽ അതേ ദിവസം സർവകലാശാലയിൽ വിവരം അറിയിക്കണമെന്നാണ് ചട്ടം. ഇത് ഉണ്ടാകാത്തതിനാൽ കോപ്പിയടിച്ചുവെന്ന കോളേജിന്റെ വാദം കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞു. ജിഷ്ണു കോപ്പിയടിച്ചിട്ടില്ലെന്ന ഒപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. അവൻ പാസ്സാവും, സ്വന്തമായി പഠിച്ച് എഴുതിയ എക്സാം ആയിരുന്നു. അവൻ പാസ്സാവും, അവൻ 100% ഉറപ്പായിരുന്നു. അതാണ് അവൻ അത്രയും കരഞ്ഞു പറഞ്ഞത്. ഞാൻ കണ്ടതാണ്. ഞാൻ കോപ്പി അടിച്ചില്ല സാറേ, ഞാൻ കോപ്പി അടിച്ചില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കി സർവകലാശാല രജിസ്ട്രാർ സർക്കാരിന് റിപ്പോർട്ട് നൽകും. ജിഷ്ണുവിന്റെ മൂക്കിൽ മുറിവ് ഉണ്ടായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പോലീസിന് വിവരം നൽകി. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്തുടനീളം ക്യാമ്പസുകളിൽ SFI KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിന്റെ വീട്ടിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തി. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം മുഹമ്മദ് മുഹ്സിൻ MLA, ഡോക്ടർ ഫസൽ ഗഫൂർ, പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത നെഹ്റു കോളേജിലെ ഒരു വിദ്യാർത്ഥി കൂടി തത്സമയം ചേരും. ഒപ്പം ആഷിഖ് അബു ടെലിഫോൺ ലൈനിൽ ചേരും. മറ്റ് അതിഥികളും ടെലിഫോണിൽ നമുക്കൊപ്പം പങ്കുചേരും. ആദ്യം ഇടവേളയിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക്. ശ്രീ ഫസൽ ഗഫൂർ, പീപ്പിൾ TV 2 ദിനം മുമ്പ് ഈ ഒരു ക്യാമ്പയിൻ ഒരു പൊതുജന മധ്യത്തിലേക്ക് വെക്കുകയാണ്. കാരണം ജിഷ്ണുവിന് നീതി എന്ന് നമ്മൾ പറയുമ്പോഴും ജിഷ്ണു ഇന്ന് ജീവിച്ചിരിപ്പില്ല. ജിഷ്ണുവിനെ പോലെ നാളെ ഒരു വിദ്യാർത്ഥി ഉണ്ടാകാൻ പാടില്ല എന്ന ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ് പീപ്പിൾ മുന്നോട്ട് പോകുന്നത്. ഇന്നുകൂടി ഇതിൻ്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം നിരവധി കോളുകൾ ഇവിടേക്ക് വരുന്നു. മുഖംമൂടി ധരിച്ച് വിദ്യാർത്ഥികൾ, കാരണം ഒരു വിദ്യാർത്ഥിക്ക് പോലും ഈ നെഹ്റു കോളേജിനെ കുറിച്ച് ധൈര്യമില്ല തുറന്ന് നേരിട്ട് വന്ന് പറയാൻ. പക്ഷേ എല്ലാവരും അവരുടെ മുഖം കാണിക്കല്ലേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നു. എന്ത് അവസ്ഥയാണ് ശ്രീ ഫസൽ ഗഫൂർ? എന്ത് മെസ്സേജാണ് ഈ ഒരു സമൂഹത്തിലൂടെ വായിച്ചെടുക്കേണ്ടത്? ഇപ്പോൾ നമ്മുടെ ഇത് സ്വയാശ്രയയുടെ ഒരു ദുരന്തമാണ്. ഇപ്പോൾ സ്വയാശ്രയ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പല കാരണം കൊണ്ട്, അത് മാനേജ്മെൻറ്റ് തെറ്റാവാം, അധ്യാപകർ തെറ്റാവാം, അതേമാതിരി റാഗിങ്ങിന് ഇരയായിട്ടാവാം. മൊത്തത്തിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ നീതി എന്നുള്ള സംഭവം വെറും അഡ്മിഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ കോളേജിനെ നടത്തിപ്പ്, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയവാദം, ഇതെല്ലാം വന്ന് പന്തലിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം ഇപ്പോൾ നമ്മുടെ കണ്ണുറപ്പിക്കുകയാണ്. സ്വയാശ്രയ മേഖലയെ കുറേയേറെ സാമൂഹ്യ നീതിയുടെ ചുറ്റുപാട്. സാമൂഹ്യ നീതി നമ്മളെപ്പോഴും നോക്കുന്നത് എൻട്രൻസ് എക്സാമും, അതിലെത്ര മാർക്ക്, അതിൽ ഫീസ് എത്ര, ആ ഫീസോടുകൂടി കാര്യം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഈ സ്ഥാപനങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും മാനേജ്മെൻറ്റുകൾ എങ്ങനെ അവിടെ അത് നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ രീതികൾ എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അതേമാതിരി തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം. ഇപ്പം പല സ്വയാശ്രയ കോളേജുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ MESനുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലെങ്കിൽ അവിടെ മതമൗലികവാദം. ശ്രീ ഫസൽ ഗഫൂർ, താങ്കൾക്കുമുണ്ടല്ലോ, താങ്കളുടെ MESനും ഒട്ടനവധി കോളേജുകൾ ഉണ്ടല്ലോ. അവിടെയൊക്കെ ഈ ഇടിമുറി അവിടെയും ഉണ്ടോ ശ്രീ ഫസൽ ഗഫൂർ? ഇടിമുറി എന്ന അലിഖിത ആ റൂം ഉണ്ടോ അവിടെയൊക്കെ?
ഞാനേ പറയാം, കാരണം ഞാൻ ഒരു ഇത് പറയാം. MESന്റെ 4 കോളേജുകൾ, മറ്റേ മമ്പാട്, പൊന്നാനി, വളാഞ്ചേരി, ഈ കോളേജുകളൊക്കെ മുസ്ലിം മേഖലയിലാണ്, മുസ്ലിം വിദ്യാർത്ഥികൾ ഭൂരിപക്ഷം നടത്തുക. അവിടെ പക്ഷേ SFI ആണ് ഭരിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ സെക്കുലർ ഒരു കാഴ്ചപ്പാട് അതിൽ വ്യക്തമാണല്ലോ. MSF ഭരിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സ്വാശ്രയ സ്ഥാപനങ്ങളിലും അല്ലേ ഈ വിദ്യാർത്ഥി യൂണിയനുകളവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി യൂണിയനുകളെ നിരുത്സാഹപ്പെടുത്തുക, വിദ്യാർത്ഥി യൂണിയനായിട്ട് അടിപിടി കൂടുകയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇടിമുറിയുടെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞങ്ങൾ ഇവരെല്ലാം വരുന്നതിനെക്കാട്ടും മുമ്പ്, നിങ്ങൾ കച്ചവടക്കാരെന്ന് പറയുന്നവർ വരുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ സാമുദായിക സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയുടെ എയ്ഡഡ് കോളേജസ് ഉണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ചട്ടക്കൂട്ടിൽ വളർന്നിട്ടുള്ളതാണ്. ആ ചട്ടക്കൂട് അനുസരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളുടെ സ്വാശ്രയ മേഖലയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഇടിമുറിയും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ ഈ അസോസിയേഷൻ ഉണ്ടല്ലോ ശ്രീ ഫസൽ ഗഫൂർ, നിങ്ങൾക്ക് പ്രബലമായ അസോസിയേഷനുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ. കാരണം ഇതാദ്യമല്ല, ഇത് കേരളത്തിൽ ഈ ജിഷ്ണു ഉണ്ടായി പോയത് ഒരു പക്ഷേ സ്വാഭാവികമായി ഉണ്ടായി പോകുന്നു എന്ന് പറയുന്നത് പോലെ അതിനപ്പുറത്തേക്ക് മറ്റു കോളേജുകളിലടക്കം പല കോളേജുകളിലും ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പലരും പറയാൻ മടിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. കാരണം രഹസ്യമായിട്ടൊക്കെ വരുന്ന കോളുകൾ, ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്ന കോളുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് ഇതിനൊന്നും ഒരു മോണിറ്ററിംഗ് സംവിധാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളിതേ പാടൂ അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകൂ? കാരണം പണത്തിന് വേണ്ടി അറുമാടിനെ പോലും കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു ദൈന്യത അല്ലെങ്കിൽ പെരുമാറുന്ന രീതിയൊക്കെ ഉണ്ട്. അതുപോലും നൽകാതെ പണം വേണം, അതിനപ്പുറത്തേക്ക് പെരുമാറ്റമൊക്കെ. ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അവിടെ നടക്കുന്ന പ്രവണതകൾക്കും അപ്പുറത്തേക്കാണ് ഓരോ വിദ്യാർത്ഥികളും പറയുന്നത് കേട്ടനുസരിച്ച്. അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ഇതിനൊരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ലാതെ പോകുന്നു? ആരുടെ പരാജയമാണ് ശ്രീ ഫസൽ ഗഫൂർ? അത് രണ്ട് തരത്തിൽ പരാജയമുണ്ട്. ഞാൻ പറയാം, മാനേജ്മെൻറ്റ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാനേജ്മെൻറ്റിന് ആദ്യം തന്നെ നിങ്ങൾ മാനേജ്മെൻറ്റിന് തെറ്റായ ഒരു സന്ദേശമാണ് കേരളത്തിലെ ഗവൺമെൻറ് ആദ്യം കൊടുത്തത്. ഈ സ്വയാശ്രയ തുറന്നിട്ടപ്പോൾ ഞാൻ പറയട്ടെ, 1000 സ്വയാശ്രയ, നമ്മളാരും വിശ്വസിക്കൂല, 1000 സ്വയാശ്രയ കോളേജ് ഉണ്ട് കേരളത്തിൽ. കണക്ക് 160 എഞ്ചിനീയറിംഗ് കോളേജ്, 25 മെഡിക്കൽ, 25 ഡെൻ്റൽ, ഞാൻ എളുപ്പത്തിൽ 100 നഴ്സിംഗ് കോളേജ്, 100 B.Ed കോളേജ്, 400 ആർട്സ് ആൻഡ് സയൻസ്. 1000 കോളേജാണ്. മറ്റ് 150 അല്ലെങ്കിൽ 200 കോളേജ് ഉണ്ടായത്, എയ്ഡഡ് കോളേജ് ഉണ്ടായതോടത്ത് 1000 കോളേജ് വന്ന്. ഇതിനാരും മോണിറ്റർ ചെയ്യുന്നില്ല. മോണിറ്ററിംഗ് നടക്കുന്ന ഒരൊറ്റ ലെവലിൽ മാത്രമേ ഉള്ളൂ. അതായത് ആദ്യം ഇതിന് അഫിലിയേഷൻ കൊടുക്കുന്നതിന് മാത്രമേ മോണിറ്ററിംഗ് ഉള്ളൂ. അതിനുശേഷം എന്താ എന്നുള്ള കാര്യം ആരും അറിയുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, അതിന് മുമ്പത്തെ ഗവൺമെൻറ് കാലത്ത് സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് സാധനം വേണമെന്ന് പറഞ്ഞു. അതായത് ഈ കോളേജുകൾ നമ്മുടെ നാഷണൽ അക്രഡിറ്റേഷൻ മാതിരി എന്നിട്ട് തരം തിരിച്ചുകൊണ്ട് ABC ആയിട്ട് അതിനനുസരിച്ച് മാത്രമേ ഇവർക്ക് ഗ്രാൻഡ് അഫിലിയേഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, പക്ഷേ അതൊരു ജലരേഖ മാതിരിയായി അതുണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ വേണം. ആ സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ മാതിരി ഉള്ളതിൽ ഒരു നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി വേണം. അതേമാതിരി തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പേരൻസിൻ്റെ പ്രതിനിധി വേണം അതിൻ്റെ അകത്ത്. അതാണ് അതിൻ്റെ സിസ്റ്റം. വിദ്യാർത്ഥി പ്രതിനിധിയും വേണം. എന്നിട്ട് വേണം ഇതിന് രണ്ടാമതൊരു കാര്യം കൂടെ പറയാം. അതേമാതിരി തന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ മെഡിക്കൽ കൗൺസിൽ ചെയ്യണമാതിരി കൊല്ലം യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ പുതുക്കിക്കൊണ്ട് അവിടെ ഇത് നടത്തണം. അതൊന്നും ഇവിടെ നടത്തുന്നില്ല. പല കോളേജുകൾക്കും അവരുടേതായിട്ടുള്ള ബിൽഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവർ ഏതെങ്കിലും റെന്റൽ ബിൽഡിംഗ് നടത്തി പോകുന്നു. അങ്ങനെ മൊത്തം കുത്തഴിഞ്ഞ ഒരു മേഖലയാണ് സ്വാശ്രയ മേഖല. മടങ്ങിയെത്താം MLA മുഹമ്മദ് മുഹ്സിനിലേക്ക്. മുഹ്സിൻ, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിലേക്കൊക്കെ നോക്കുമ്പോൾ, കാരണം ഇവിടെ കള്ളുകച്ചവടക്കാരനോ അല്ലെങ്കിൽ ഇറച്ചിക്കടക്കാരനോ ആരുമായിക്കോട്ടെ, അവരൊക്കെ എല്ലാവരും തന്നെ ഒരു കോളേജ് കെട്ടിപ്പടുക്കുന്നു, അവിടേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഒരു പക്ക കച്ചവടത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് ആയിട്ടൊക്കെയാണോ ഇതിനെ കാണേണ്ടത്? കാരണം ഇന്നുകൂടി ഈ കോളേജിലൊക്കെ ഇന്ന് ഇത്രയും സംഭവം ഉണ്ടായിട്ട് കൂടി ഒരു ഖേദപ്രകടനത്തിന് പോലും കാത്തു നിൽക്കാതെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും വിദ്യാർത്ഥികളെ ഇന്നലെയും പൂട്ടിയിടുന്നു. കാരണം പ്രതികരിക്കാൻ തയ്യാറാകുന്ന കുട്ടികളെ കോളേജ് ഹോസ്റ്റലിൽ പൂട്ടിയിടുന്നു. ഇതെന്ത് സിസ്റ്റമാണ്? MLA പോലെ, താങ്കളെ പോലെയുള്ള ആളുകൾ വളരെ ഇടപെടൽ ദില്ലി തൊട്ട് നടത്തുന്ന ആളുകളാണ്. കേരളത്തിലെ ഈ സ്ഥിതിയെ നോക്കുമ്പോൾ എന്ത് ഇടപെടലാണ് ഇനി വേണ്ടത്? സത്യത്തിൽ ജിഷ്ണുവിൻ്റെ വിഷയം, അല്ലെങ്കിൽ ജിഷ്ണു മരിച്ചത്, ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അത് ഇതുകൊണ്ട് തുടങ്ങിയതുമല്ല അവസാനിക്കുന്നതുമല്ല. നമുക്കറിയാം 2004 രജനി S. ആനന്ദ് അടൂർ IHRD കോളേജിൽ മുകളിൽ നിന്ന് ചാടി മരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വലിയ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റ് ഉണ്ടായി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് നമുക്ക് സുമിത എന്ന് പറഞ്ഞൊരു കുട്ടി, സുമിത സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടി കൊല്ലത്ത് വെച്ചിട്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്ത്, തിരുവല്ലയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വളരെ അടുത്ത്
അഷ്നാസ് ഹമീദ് എന്ന് പറഞ്ഞ കുട്ടി പിന്നെ നമ്മുടെ മലബാർ മേഖലയിൽ വടകരയിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. വടകര യെസ്. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഗവൺമെൻറ് കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും വ്യാപിച്ചു. രോഹിത് വെമുല നമുക്കറിയാം, ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ രോഹിത് വെമുലയെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ചെയ്ത VC-ക്ക് മില്ലനിയം അവാർഡ് കൊടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അംഗീകരിച്ചത്. ഇപ്പോൾ JNUവിലെ ഒരു വിദ്യാർത്ഥി നജീബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ ഇപ്പോഴും 2.5 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്, ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് അതുപോലെ കോളേജ് അധികൃതർക്കൊക്കെ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് പ്രതികരിക്കാതെ ആവുമ്പോൾ അവർ ആത്മഹത്യ ചെയ്തോട്ടെ, കുറച്ച് പ്രതിഷേധം ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്. ഇതിൻ്റെ ഉത്തരവാദികൾ വെറും മാനേജ്മെൻറ്റ് മാത്രമല്ല, ഗവൺമെൻറ് ഉത്തരവാദിയാണ്, അതുപോലെ തന്നെ കോടതികൾ ഉത്തരവാദിയാണ്, ഈ സമൂഹം മുഴുവൻ ഉത്തരവാദിയാണ്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ രീതിയിൽ ആകുന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ UGCയുടെ സർക്കുലറുകൾ, കഴിഞ്ഞ 2015 വന്ന സർക്കുലർ നമുക്ക് കൃത്യമായിട്ടറിയാം. ക്യാമ്പസുകളിൽ പിന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കുക, ബയോമെട്രിക്കായിട്ട് നമ്മൾ അറ്റൻഡൻസും കാര്യങ്ങളും കൊടുക്കുക, അതുപോലെ തന്നെ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക, സ്റ്റുഡൻറ് ആക്ടിവിസം, അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ അതിനെ പിന്നെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിയമങ്ങളാണ് വന്നത്. അതായത് മുഹസീൻ, അതായത് ഈ കോളേജുകളിൽ ഈ പറഞ്ഞ നെഹ്റു കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു PTA സംവിധാനം പോലും ഇല്ലാത്തൊരു കോളേജ് മാത്രമല്ല, അവിടെ വളരെ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ക്യാമ്പസിൽ എന്തെങ്കിലും പരാതികൾ വരുമ്പോൾ അവനെ ഇന്റേണൽ മാർക്ക് പതിവ് രീതി വൈവ ഇന്റേണൽ മാർക്ക് ഇവർ വരട്ടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അവസാനത്തെ അടവ്, അതിനപ്പുറത്തേക്ക് ഇടിമുറി എന്ന ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പ്രാകൃതമായ ഒരു സംവിധാനം അലിഖിതമാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ധാർഷ്ട്യം എന്തേ ഇവർക്ക് വരുന്നു? അതിനാണ് ഇവിടുത്തെ പോളിസികൾ ഒരു പരിധി വരെ ഇവരെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിന് സഹായിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം തന്നെ മാറിയിരിക്കുന്നു. അതൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. കരിയറിന് വേണ്ടിയിട്ട് എടുക്കുന്ന വളരെ ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് പോലെയാണ്. അപ്പം അങ്ങനെ വാങ്ങുന്ന പ്രൊഡക്റ്റാണ് ഞങ്ങൾ വിൽക്കുന്നത്, ഇവർ വാങ്ങുന്നതും വിൽക്കുന്നത് ഇവരുടെ ഭാവിക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയും മാനേജ്മെൻറ്റ് അതിനുവേണ്ടി കൂടുതൽ മർദ്ദനമുറകൾ കാണിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നയം കൊണ്ട് നമുക്കതിനെ മറികടക്കാനുള്ളൊരു സാഹചര്യം വിദ്യാർത്ഥികൾക്കില്ല. പിന്നെ വിദ്യാർത്ഥികളുടെ മൂവ്മെൻറ്റുകളെ പടിപടിയായി ലിങ്ഡോ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് പടിപടിയായി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിശബ്ദരാകുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ മാർക്ക്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് UGCയുടെ ഒരു സർക്കുലർ വന്നിരിക്കുന്നത് വൈവയാണ് എൻട്രൻസിന് തീരുമാനിക്കപ്പെടുന്നത്. എൻട്രൻസ് എക്സാം അല്ല, അത് കഴിഞ്ഞിട്ടുള്ള വൈവയിലൂടെയാണ് പ്രവേശനം തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് പുതിയ സർക്കുലർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരെ തീരുമാനിക്കണമെന്ന് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആരെ എടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. തീർച്ചയായും അതാണ് ഈ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ പാളിച്ച എന്ന് തന്നെയാണ് മുഹ്സീനും പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത വിദ്യാർത്ഥി, നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. എന്താണ് താങ്കൾക്ക് ഇന്ന് കോളേജിൽ കഴിഞ്ഞ ദിവസം ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നു, മരണത്തിൻ്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അതിനൊക്കെ വിശദീകരണം നൽകുന്നു മാനേജ്മെൻറ്റ്. അതിനുശേഷം ഇന്ന് വൈര്യനിരാധന ബുദ്ധിയോടെ കൂടിയാണോ, വൈരാഗ്യത്തോടു കൂടി തന്നെയാണോ നിങ്ങളോട് മാനേജ്മെൻറ്റ് പെരുമാറിയത്? എന്താണ് ഇന്ന് വിദ്യാർത്ഥികൾ പരക്കെയും ഈ കോളേജിനെക്കുറിച്ച് ഇന്ന് നൽകുന്ന വെളിപ്പെടുത്തലുകൾ എങ്ങനെ? വെളിപ്പെടുത്തൽ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് വൈരാഗ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ പെരുമാറുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കോളേജിൽ നിന്ന് എങ്ങനെ ടീസ് വാങ്ങി പോകാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതി വരെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ടീസ് വാങ്ങി പോകാൻ പറ്റുമോ എന്ന് വരെ അതിൽ എത്തി ഇവരെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും. മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ തന്നെയാണ് ജിഷ്ണുവിനെ കൊന്നത്, അവർ തന്നെയാണ്. അത് 100% ഇന്ന് സുഹൃത്തെ ഒന്നിടപെട്ടോട്ടെ. ഇന്നിപ്പോൾ ഞാൻ ഈ മാനേജ്മെന്റിന്റെ പ്രതിനിധിയെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കോപ്പി അടിച്ചു ഈ വിദ്യാർത്ഥി എന്ന് ആവർത്തിക്കുകയും മാത്രവുമല്ല ഇന്ന് ഈ അധികൃതർ അവിടെ വന്ന കൺട്രോളുകൾ പലരുടെയും കൈകളിലേക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി പറയുന്നത്. എന്താണ് വാസ്തവം? എന്താണ്? നിങ്ങളൊക്കെ ആ കോളേജിൽ പഠിച്ച വ്യക്തിയാണല്ലോ. കോപ്പി അടിക്കാൻ തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തക്ക രീതിയിലുള്ള മനോനിലയുള്ള വ്യക്തിയായിരുന്നോ ജിഷ്ണു?
അല്ല അങ്ങനെ വ്യക്തിയല്ല അവൻ തികച്ചും ഫ്രണ്ട്ലിയാണ്. എല്ലാവരോടും എല്ലാ കാര്യത്തിലും ഭയങ്കര സന്തോഷമായും എല്ലാവരുടെ ഇടപഴകുന്ന ആളായിരുന്നു. അവനെ അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലെ ആളല്ല അവൻ ഈ കോളേജ് തന്നെ പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റി അവൻ്റെ മനസ്സ് മരയിപ്പിച്ചു കൊടുത്തതാണ്. അവൻ എന്നോട് പറഞ്ഞതാണ് അവനെ കോപ്പി അടിച്ചു ആരംഭിച്ചാണ് അവനെ പിടിച്ചതെന്ന്. അവൻ്റെ വീട്ടിൽ വിളിച്ചു, അവനെ പിടിച്ചു. തിങ്കളാഴ്ച അവൻ്റെ വീട്ടുകാരോട് വരാൻ പറഞ്ഞു. അവൻ്റെ കസിൻസ് ഇത് അറിയും എന്ന് എന്നോട് കരഞ്ഞാണ് എന്നോട് അവൻ പറഞ്ഞത്. ലാസ്റ്റ് എന്നോടാണ് അവൻ എന്നോട് പറഞ്ഞത്. യെസ്, അതായത് ലഭിക്കുന്ന വിവരമനുസരിച്ച് സുഹൃത്തെ ഈ മരണത്തിന് മുൻപ് അവസാനമായി ജിഷ്ണു താങ്കളോടാണ്, അനിയനോടാണ് സംസാരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അതാണോ സത്യം? എന്താണ് അവൻ അവസാനമായി പറഞ്ഞത്? അതെ അവൻ പറഞ്ഞെന്ന് വെച്ചാ അവനെ ഈ കോപ്പി അടിച്ചതിന്റെ പേരിൽ അവനെ പിടിച്ചു. അവന് 60 മാർക്കിന് അവൻ എഴുതിയിട്ട് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. എക്സാമിന്റെ ലാസ്റ്റ് സമയത്താണ് അവനെ പിടിച്ചത്. അവനെ പിടിച്ച അവന്റെ സാർ അവനെ കൊണ്ട് തന്നെ അവന്റെ പേപ്പർ മൊത്തം വെട്ടിച്ച്, അവന്റെ ആ തുടക്കം മുതൽ അവസാനം വരെ എഴുതിയ എല്ലാ പേപ്പറും കൊണ്ട് വെട്ടിച്ച്, എന്നിട്ട് പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, നീ സ്വമേധയാണ് ഇത് വെട്ടിയെന്ന് അവനെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പലും ഉണ്ട്, ആ സമയത്ത് വൈസ് പ്രിൻസിപ്പലും ഉണ്ട്. അവനെ കൊണ്ട് ലെറ്റർ എഴുതിച്ച് അവന്റെ വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞ്, അവന്റെ തിങ്കളാഴ്ച വീട്ടുകാരോട് വരാൻ വരുമെന്ന് പറഞ്ഞ് അവനെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യുമെന്ന് അവനോട് പറഞ്ഞു. അതായത് ഈ അതിനുശേഷം പ്രിൻസിപ്പലിന്റെ റൂമിൽ വെച്ച് ഹരാസ്മെന്റോ ഈ പറയുന്ന PRO സഞ്ജിത്ത്, പ്രവീണ്, വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമുള്ളതായി ഇപ്പോഴും താങ്കളും സുഹൃത്തും സംശയിക്കുന്നു. അതെ വൈസ് പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവൻ എല്ലാം വിശദമായി പറഞ്ഞിട്ടില്ല. അവൻ ഇങ്ങനെ കുറച്ച് ഓരോ ഇതായി പറഞ്ഞിട്ടുണ്ട്. അത്രയും സങ്കടത്തോടെ അവൻ എന്നോട് പറഞ്ഞത്. അതായത് ശാരീരികമായി, കാരണം ഒരു മുറിവ് ഇപ്പോഴും സംശയത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരു മുറിവ് ആ ശരീരത്തിൽ ഉണ്ട്. അത് സംബന്ധിച്ച് അത് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ മുറിവെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ മുറിവിന്റെ കാര്യം. പക്ഷെ അവൻ അത്രയും മനസ്സ് വിഷമിച്ചാണ് എന്നോട് പറഞ്ഞത്. അതിന് മൊത്തം ഇത്തരത്തിൽ മാനേജ്മെന്റിനാണ് അവർ ഒഴിഞ്ഞു പോയതിന് കാര്യമില്ല. ഈ ഇടിമുറി എന്ന സംവിധാനം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉറപ്പിച്ച് പറയുന്നത് ഞങ്ങൾ സീനിയേഴ്സിന്റെ ഓരോരുത്തർ അനുഭവം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളിത് വന്നിട്ട് 6 മാസം ഈ കോളേജിൽ വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. ഇതുവരെ ഞങ്ങൾ സീനിയേഴ്സിന്റെ സംസാരങ്ങൾ അവിടെ കുറെ പേര് ഇതേപറ്റി പറഞ്ഞിട്ടുണ്ട്. ഇടിമുറി അങ്ങനെ സംഭവമുണ്ട്, അവരെ തല്ലാറുണ്ട്, PR അവരെ അടിക്കാറുണ്ട്, മർദ്ദിക്കാറുണ്ട് എന്നൊക്കെ അവർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇടിമുറി സംവിധാനം അറിഞ്ഞത്. തീർച്ചയായും ശ്രീ ഫസൽ ഗഫൂർ, നിങ്ങളുടെ കോളേജിലൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ കാണും. ഈ കോളേജിനെയൊക്കെ തന്നെ താങ്കളും പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചത്. ആരും പറയാത്ത, എല്ലാവരോടും ചോദിക്കുമ്പോഴും ഒരു കോളേജിനെ കുറിച്ച് ഇത്രമാത്രം മോശമായി പറയണമെങ്കിൽ പോട്ടെ, നമുക്ക് എല്ലാവരെയും ഒരു 10 പേരിൽ കൂടുതൽ പേര് പറയുമ്പോൾ അതിലൊരു യാഥാർത്ഥ്യമില്ലേ? ഇങ്ങനെ എന്തുകൊണ്ട് ഒരു സരസ്വതി ഗേഹത്തെ ഇങ്ങനെ തള്ളി പറയണമെങ്കിൽ, അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായി വിദ്യാർത്ഥികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ, ഏത് തലത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്? ഞാൻ വേറൊരു വിധത്തിലാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് കേരളത്തിൽ 75 വർഷമായി കമ്മ്യൂണിസം വന്നിട്ട് 75 വർഷമായി നമ്മൾ സാമൂഹിക നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു വിദ്യാർത്ഥിക്ക് ഒരു പരാതി വന്നിട്ട് ചാനലിൽ പറയണമെന്നുണ്ടെങ്കിൽ മുഖംമൂടി കെട്ടി വരണം എന്ന് പറഞ്ഞാൽ അത് പരിതാപകരമാണ് സിറ്റുവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണം. അത് പോലീസ് അന്വേഷണം ആവാം, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ആവാം, ഗവൺമെന്റിന്റെ ആവാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഗവൺമെന്റിന്റെ അന്വേഷണം. ഹലോ, കേൾക്കാം. കേൾക്കണം. ഗവൺമെന്റിന്റെ അന്വേഷണമാവും. അപ്പം എല്ലാ നിലത്തിലും കാരണം ഇതുമാതിരി ഞാൻ പറയട്ടെ, ഇപ്പം ഈ പറയുന്ന വസ്തുതകൾ ശരിയാണോ അല്ലയെന്ന് നമുക്കറിയില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കോപ്പി അടിച്ചു എന്നാണ്. പക്ഷേ കോപ്പി അടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൈനർ ഒഫൻസ്, മേജർ ഒഫൻസ്. മേജർ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പുസ്തകം കൊണ്ടുവരിക, അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുവരിക, നോട്ട്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുക. ഇതൊക്കെ മേജർ ഒഫൻസ്. മൈനർ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി കോപ്പി അടിച്ചാൽ തന്നെ എത്ര കോപ്പി അടിക്കാൻ പറ്റും നമുക്കറിയാലോ. ഞങ്ങളൊക്കെ ചിലപ്പോൾ എത്തിയൊക്കെ നോക്കാറുണ്ട് പഠിക്കുന്ന
കാലത്തൊക്കെ. പക്ഷെ അതിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടൂല. അപ്പോൾ അത് ഒരു മൈനർ ഒഫൻസ് ആയിട്ട്, അപ്പോൾ ഒരു മൈനർ ഒഫൻസ് എന്നുള്ള നിലക്കാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലാതെ ഒരു മേജർ ഒഫൻസ് അല്ല. മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പ്രകാരം അതൊരു ഒഫൻസായിട്ട് കാണണമെങ്കിൽ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിനെ അറിയിക്കാനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സൈറ്റിൽ. യൂണിവേഴ്സിറ്റിയുടെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ മാനേജ്മെന്റ് പറയുന്നത് അവർ വിദ്യാർത്ഥിയുടെ ഭാവിയെ കണക്കിലെടുത്തുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാതെ വിദ്യാർത്ഥിയെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥിയെ പരീക്ഷ എന്താ സാധാരണ നിയമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കോപ്പി അടിച്ച പേപ്പർ മാറ്റി വെക്കും. എന്നിട്ട് ബാക്കി വിദ്യാർത്ഥിയെ കൊണ്ട് ഫുള്ളായിട്ട് എഴുതിയെടുത്തതിന് ശേഷം ആ ആൻസർ പേപ്പർ എടുത്തിട്ട് ആണ് നമ്മൾ പിന്നെ കമ്പയർ ചെയ്ത് നോക്കണം. മറ്റ് വിദ്യാർത്ഥിയുടെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ ആരായിട്ടാണ് കോപ്പി അടിച്ചത് ആ വിദ്യാർത്ഥിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അതിനൊക്കെ ഒരു പ്രക്രിയ ഇവിടെ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ മറ്റേ ബോഡികളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതിനെങ്ങനെയാണ് കോപ്പി അടി പിടിക്കുന്നത്. അപ്പൊ ആ പ്രൊസീജിയറിലൂടെയൊക്കെ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമ്മീഷൻ കണ്ടുപിടിക്കണം. അവിടെയാണ് ദുരൂഹത. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ആഷിഖ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക് വരും മുമ്പ് ശ്രീ മുഹമ്മദ് മുഹ്സിൻ MLA, താങ്കൾ കാരണം ഈ ചർച്ചയിൽ നമ്മോടൊപ്പം വന്നിരിക്കുന്ന ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കുക. മുഖംമൂടി അണിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും കൈലേസ് തലയിലൂടെ കെട്ടിയോ വരുന്നു. എന്ത് ഭീകരതയാണ്! കാരണം ഒരു അഭിപ്രായം തുറന്നു പറയാൻ കഴിയാത്ത ഒരു സമൂഹം ഇത് തന്നെ കാണുമ്പോൾ എത്രത്തോളം മൂല്യച്യുതി, എത്രത്തോളം ഭയാനകം, എത്രത്തോളം തീവ്രമാണ് ഈ സാഹചര്യങ്ങൾ. ക്യാമ്പസുകൾ വളരെയേറെ ജയിലുകളെപ്പോലെ ആയി മാറുകയാണ്, ജയിൽ തന്നെയായി മാറുകയാണെന്നുള്ളതാണ് ഇത് പറയുന്നത്. ഈ കേരളത്തിൽ ഇതുപോലെ മുഖംമൂടി ഇട്ട് വിദ്യാർത്ഥികൾ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികൾ വരുന്നത് അവരെ ഭയം കൊണ്ടാണ്. അവരുടെ അക്കാഡമിക് ആയിട്ട് നാളെ ഇൻറ്റേർണൽ മാർക്ക് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും പേരിൽ നേരിട്ട് ഇതിൻ്റെ പേരിലായിരിക്കില്ല, മറ്റേതെങ്കിലും കേസ് പറഞ്ഞുകൊണ്ട് അവരെ ഒതുക്കാനുള്ള ശ്രമം മാനേജ്മെൻറ്റ് നടത്തും എന്നുള്ള ഭയം തന്നെയാണ്. പിന്നെ നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് തിരിച്ച് നോർമലായിട്ടുള്ള രീതിയിലേക്ക് കോളേജ് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള പേടി കുട്ടികൾക്കുണ്ട്. ആ സാഹചര്യം മാറുക എന്നുള്ളത് നിയമനിർമ്മാണത്തിലൂടെ തന്നെ മാറുള്ളൂ. അതിന് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഇറങ്ങിയിട്ടുള്ള മൂവ്മെൻറ്റ് അനിവാര്യമായിട്ട് വരും. ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ടാവും. അതുപോലെ തന്നെ കോടതികളിൽ നിന്നുള്ള സപ്പോർട്ട് വേണ്ടി വരും. പിന്നെ പല ക്യാമ്പസുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ ഇടിമുറികളുണ്ട്. ആ കുട്ടി കോപ്പി അടിച്ചു എന്നാണ് പറയുന്നത്. കോപ്പി അടിച്ചു എന്ന് തോന്നിയത് കൊണ്ട് ആരോപണമുണ്ട്. ഓക്കെ, സപ്പോസ് കോപ്പി അടിച്ചു അല്ലെങ്കിൽ കോപ്പി അടിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ഒരു വാർണിംഗ് കൊടുക്കാം. ആ കുട്ടിയെ അപ്പോൾ എക്സാം എഴുതാൻ സമ്മതിക്കുന്നു, കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ. അതല്ലെങ്കിൽ ഫസ്റ്റ് വാർണിംഗ്, ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ കുറച്ചും കൂടെ നന്നായി ആക്ഷൻ എടുക്കുമെന്ന് പറയാം. ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അല്ലേ സ്വീകരിക്കേണ്ടത്? വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം ഇങ്ങനെ വിദ്യാർത്ഥികളെ ജയിലിൽ അടച്ച പോലെ അടിച്ചമർത്താനുള്ളതല്ലല്ലോ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ട് ചട്ടക്കൂടായിട്ട് ഒരു അച്ചിൽ വാർത്തതുപോലെ ഉണ്ടാക്കാനുള്ളതല്ല. വിദ്യാർത്ഥികൾക്ക് അവരുടേതായ മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ സാമൂഹികമായുള്ള വികാസത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു സ്വീകരിക്കേണ്ടത്. ശ്രീ ആഷിഖ് അബു, കേൾക്കാമല്ലോ? ഈ പ്രവണതകൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കാരണം ഈ മാനേജ്മെന്റ് സ്വാശ്രയ കോളേജുകളിൽ നിന്നും ഒരുപക്ഷെ അവസാനത്തെ ഉദാഹരണം ഇരയാകേണ്ടി വരുന്ന ജിഷ്ണു, ഈ പോക്ക് എങ്ങോട്ടാണ്? ഇത് കുട്ടികളെ ശത്രുക്കളായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ജിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരുപാട് പേരിപ്പോ സ്വന്തം ജീവൻ തന്നെ. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു ഈ ശത്രുതാ മനോഭാവം കുട്ടികളോടുണ്ട്. അത് ഭീമമായ രീതിയിൽ കൂടി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മള് ഇപ്പൊ ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. താങ്കൾ ടെലിവിഷനിൽ ശ്രദ്ധിക്കേണ്ട, പറഞ്ഞോളൂ. ഇത് കുട്ടികളെ ശത്രുക്കളായി തന്നെ കാണുന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നത്. അത് അധ്യാപകരാണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും കാവൽ നിൽക്കുന്ന കാവൽക്കാരാണെങ്കിലും ഒക്കെ ഇവരേതോ ശത്രു രാജ്യത്തു നിന്ന് വന്ന ആളുകൾ പോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പൊ ഈവൻ കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ ഒരു സംഭവം ഉണ്ടായി. കുട്ടികളെ ജയിലിലടക്കുന്ന രീതിയിലേക്കുള്ള ശിക്ഷാവിധികളിലോട്ടാണ് പെട്ടെന്ന് തന്നെ മാനേജ്മെന്റുകളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ചെന്നെത്തുന്നത്. ഇവര് ഭീകരമായ കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷകളാണ്
ദേഹോപദ്രവമാണ്, അല്ലെങ്കിൽ ജീവൻ വെടിയേണ്ടവരാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. മാതാപിതാക്കൾ എല്ലാവരും കരുതുന്നത് അച്ചടക്കത്തോടു കൂടി പഠിക്കുന്ന ഒരു ക്യാമ്പസിലോട്ട് കുട്ടിയെ അയച്ചാൽ അതോടി നന്നാവും, അവനൊരു എഞ്ചിനീയർ ആവുന്നതാണ്. അവന്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ, അവളുടെയോ അവന്റെയോ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ, അതായത് ബുദ്ധിവികാസത്തിന്റെയും മറ്റെല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ടോർച്ചറുകൾ കുട്ടികൾ അനുഭവിക്കുന്നത്. അതായത് ശ്രീ ആഷിഖ് അബു, താങ്കൾ ഉൾപ്പെടെ എല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ കോളേജുകളിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പഠിച്ച അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിലൊക്കെ അവിടെയൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയം എന്നത് ഒരു വലിയൊരു പ്രസക്തമായൊരു കാര്യമായിരുന്നല്ലോ എന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ്. നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അടിച്ചമർത്താൻ ഏതറ്റം വരെയോ മാനേജ്മെന്റ് പോയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ തന്നെ കാതലായ വശം എന്തുകൊണ്ട് അതിന് തടയിടാൻ നോക്കി, ഇതൊക്കെ ഇതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുകയാണോ ഈ സംഭവങ്ങളിലൂടെ? ഈ മാനേജ്മെന്റിന്റെ ഈ ധാർഷ്ട്യത്തിനുള്ള എന്ത് ഇടപെടൽ, എന്ത് സംവിധാനം, മോണിറ്ററിംഗ് വേദിയാണ് ഇവിടെ വേണ്ടത് ഈ സമൂഹത്തിൽ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ താമസിക്കുന്ന റൂംമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഹപാഠിയോട് തോന്നുന്ന അനുകമ്പയും സ്നേഹവും രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവന് ഒരു ആവശ്യം വരുമ്പോൾ അവന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത്തരം ഒരു പൊളിറ്റിക്കൽ പവറാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളം തന്നെ കണ്ടത്. കുട്ടികൾക്കിടയിൽ അത്രയധികം പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അവരുള്ളിൽ ഒതുക്കി വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു. ഇവര് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ ഭീഷണിപ്പെടുത്തിയും ഫൈൻ അടപ്പിച്ചും വെച്ചിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം പൊട്ടിത്തെറിച്ചാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോ പൊളിറ്റിക്സ് തിരിച്ചു വരികയാണ് ക്യാമ്പസുകളിലേക്ക് എന്നാണ്. അതായത് ആളുകൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ഇത് അവരെ ശ്വാസം മുട്ടിച്ച് യന്ത്രങ്ങളാക്കി കൊല്ലാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിനകത്ത് കുട്ടികൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് ഏറ്റവും വലിയ ആന്റി സോഷ്യൽ പ്രവർത്തനമായിട്ടാണ് വിദ്യാഭ്യാസം മാറുന്നത്. അപ്പൊ അതിനെ ചെറുക്കാൻ ഇവിടുത്തെ ഈ ചിന്തിക്കുന്ന, കുറച്ചെങ്കിലും ആലോചിക്കുന്ന യുവത്വം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം അതിനകത്ത് ഇടപെടും. അത് അവരുടെ രോഷപ്രകടനവും അവരുടെ പ്രതിഷേധവുമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടത്. യെസ് വളരെ നന്ദി ശ്രീ ആഷിഖ് അബു പ്രതികരിച്ചതിന്. ഈ സമൂഹത്തിന്റെ തെറ്റായ പ്രവണത അത് ആവർത്തിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഫസൽ ഗഫൂറിലേക്കും മുഹമ്മദ് മുഹ്സിനിലേക്കും പേര് വെളിപ്പെടുത്താത്ത സുഹൃത്തിലേക്കും എത്താം. കോളേജിൽ പഠിക്കുന്ന സുഹൃത്തിലേക്ക്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സുഹൃത്തിലേക്ക്, എന്താണ് ഇന്ന് കോളേജിൽ ഏറ്റവും അവസാനമായി ഇങ്ങനെ മാധ്യമങ്ങളോടും സമരത്തിൽ കോളേജിലെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികളോടുള്ള മാനേജ്മെന്റ് ഏറ്റവും അവസാനത്തെ സമീപനം എന്തായിരുന്നു? ഇന്നത്തെ ഞാൻ മാനേജ്മെന്റിന് പ്രത്യേകിച്ച് സമീപനമൊന്നുമില്ല. എങ്ങാനും ഞങ്ങൾ ഇപ്പോൾ പ്രസ്സിനോട് ഞങ്ങൾ സംസാരിക്കുന്നത് അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവരെങ്ങനെ എന്തായാലും ഡിസ്മിസ് ചെയ്യുമായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പ്രസ്സിനെ വിളിച്ച് പ്രസ്സിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്, അത് മുഖം മറിച്ച്. അവർക്ക് അവരെ ഭാഗം ക്ലിയർ ആക്കണം, അവരെ കോളേജിനെ രക്ഷപ്പെടുത്തണം, അവർ ഈ പ്രശ്നത്തിൽ നിന്ന് അവരെ പിന്മാറണം. അതാണ് അവരുടെ നിലപാട്. ഞങ്ങൾ ഇത് അഗെയിൻസ്റ്റ് നിന്നാൽ അവർ ഞങ്ങളെ ഡിസ്മിസ് ചെയ്ത് ഞങ്ങളെ മാതാപിതാക്കൾക്കാണ് പ്രശ്നം. കാരണം ഞങ്ങളെ ടീസ് തരില്ല, ഞങ്ങളെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തരില്ല, പിന്നെ കൂടെ 4 വർഷത്തെ ഫീ ഞങ്ങൾ അടക്കേണ്ടി വരും. അതാണ് ഉണ്ടാകാൻ പോണത്. ഈ ടി സി വാങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ ഭൂരിഭാഗവും അവിടെ ഉള്ളത്? ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ചെന്ന് അറിയാൻ പറ്റും, ഭൂരിഭാഗം പേര് അവർ ടീസ് വാങ്ങിക്കാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. കാരണം അവിടെ KTUവിന്റെ ഇൻസ്പെക്ഷൻ ആൾക്കാർ വന്നു, അവരോട് ചോദിച്ചു, സാർ എങ്ങനെയെങ്കിലും ഈ കോളേജിൽ ടി സി വാങ്ങി പോകാൻ പറ്റുമോ? അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് പോകാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അങ്ങനെ എന്തെങ്കിലും പകുതി കിട്ടിയ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പോകും. ഞാൻ ശ്രീജിത്തിന്റെ അമ്മാവനിലേക്ക്, ജിഷ്ണുവിന്റെ അമ്മാവനിലേക്ക്, ശ്രീജിത്തിലേക്ക് എത്താം. ശ്രീജിത്ത്, ഇതാണ് സ്ഥിതി. ഇന്ന് മാനേജ്മെന്റിന്റെ പ്രതിനിധി കൃഷ്ണദാസിനെ ഞാൻ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടിരുന്നു. കോളേജിന്റെ മാനേജ്മെന്റിന്റെ കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് പറഞ്ഞ കാര്യം, അദ്ദേഹം ഒരു ഇത് ടെലിഫോൺ ലൈനിൽ അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് അദ്ദേഹം കടുത്ത നിലപാട് നമുക്ക് എടുക്കേണ്ട. ഇപ്പോഴും അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുന്നു, അദ്ദേഹം ടെലിഫോൺ എടുക്കുന്നില്ല. ഒരു തവണ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് ആവർത്തിക്കുകയാണ്, കേവലം ഒരു ഖേദപ്രകടനത്തിന് പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഈ രീതിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് കോപ്പി അടിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാണ്. ഇന്ന് അവിടെ എത്തിയ രജിസ്ട്രാർക്കടക്കം ഇതിന്റെ തെളിവുകൾ താൻ കൈമാറിയെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ശ്രീജിത്ത് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കൃഷ്ണകുമാർ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചാനലുകളിൽ പ്രതികരിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നടപ്പാകുമെന്ന് പറയുന്ന ചാനലുകൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് കൈരളി ചാനലിനോടുള്ള കൃതജ്ഞത, ഞങ്ങളെ ജിഷ്ണു നടത്താൻ അവൻ ആഗ്രഹിച്ചതുപോലെ ഈ അനീതിക്കെതിരെ അവന്റെ ജീവൻ കൊടുത്ത് ആരംഭിച്ച ഈ ഒരു പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച കൈരളി ചാനലിനോടുള്ള നന്ദി ഞങ്ങൾ ആദ്യം, പീപ്പിൾ ടിവിയോടുള്ള നന്ദി ഞങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ്. ഈ കൃഷ്ണകുമാറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് മാത്രമല്ല, ഇത്തരം മാനേജ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ അവരിൽ നിന്ന് ഒരു നിലവാരമുള്ള ഒരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ ചാനലിലൊക്കെ കണ്ടതാണ് ഈ പരീക്ഷ രജിസ്റ്ററിൽ അങ്ങനെ യാതൊരു തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഈ കുട്ടി കോപ്പി അടിച്ചിട്ടില്ല എന്ന് സർവകലാശാല അധികൃതർ പറഞ്ഞ അതിൽ നിന്നുള്ള ആ ഒരു ആഹ്ലാദത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, കുടുംബം നിൽക്കുന്നത്. അതായത് ഈ കോപ്പി അടിച്ചുവെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ ആ വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അതിനുശേഷം സ്വീകരിക്കാവുന്ന വാദങ്ങളെല്ലാം ഇവർ പറയുന്നത് പൊളിയുകയാണോ ശ്രീജിത്തെ? വാദത്തിന് പോലും ഞങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല. ഇവർ ആരോപണ വിധേയനായ ഇവർ മറ്റൊരു കുട്ടിയെ, 2 കുട്ടികളെയാണ് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ജിഷ്ണു എന്ന് പറയുന്ന കുട്ടി അദ്ദേഹത്തിന്റെ ഡൽഹിയിലുള്ള മാതാപിതാക്കളുമായി, അതായത് വേറെ ജിഷ്ണു ഉണ്ടായിരുന്നു ഇതേ ക്ലാസ്സിൽ, 2 ജിഷ്ണു. നിങ്ങൾ പറയേണ്ടത് ഇവരൊരു അജണ്ട നടപ്പാക്കിയതാണ്. ഈ പ്രവീൺ എന്ന് പറയുന്ന കക്ഷിയോട് പറഞ്ഞത് ജിഷ്ണുവിനെ പിടിച്ച് ഇടിമുറിയിലെത്തിക്കാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതാണ്. ആ ജിഷ്ണു എന്ന് വിളിച്ചപ്പോ 2 ജിഷ്ണുമാരാണ് എണീറ്റ് നിന്നത്. അതാണ് ഇവിടെ സംഭവിച്ച അപകടം. ഈ ജിഷ്ണു കോപ്പി അടിച്ചിട്ടുണ്ട്, ജിഷ്ണു എണീറ്റ് നിൽക്കുമെന്ന് പറഞ്ഞപ്പോ 2 ജിഷ്ണുമാർ എണീറ്റ് നിന്നു. അപ്പോഴാണ് കുട്ടികളോട് പറയുന്നത്, ജിഷ്ണു നീ പിറകിലുള്ള ഞങ്ങളുടെ മരിച്ചുപോയ ജിഷ്ണു മുന്നിലുള്ള ജിഷ്ണുവിന്റെ ഉത്തര പേപ്പറിൽ നിന്ന് നോക്കി എഴുതിയെന്നും നിങ്ങൾ 2 പേരും ഒന്നുകിൽ നിങ്ങളെ 2 പേരെയും 3 വർഷത്തേക്ക് പരീക്ഷയിൽ നിന്നും ഡീബാർ ചെയ്യുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ഈ ഉത്തര പേപ്പർ വെട്ടിമാറ്റണമെന്നും ഈ പ്രവീൺ എന്ന ക്രൂരൻ ഈ പരീക്ഷ ഹാളിൽ വെച്ച് പറയുകയുണ്ടായി. ഈ 2 കുട്ടികളും മിനിറ്റുകൾ, അരമണിക്കൂറോളം ഇദ്ദേഹത്തോട് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഒടുവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിഷ്ണു അവൻ പറഞ്ഞു, ഞാനാണല്ലോ നിങ്ങൾ ആരോപിക്കുന്ന നോക്കി എഴുതിയ ആൾ, അവൻ എന്തിനു വെട്ടിമാറ്റണം, അവനെ ഒഴിവാക്കൂ, ഞാൻ എന്റെ ഉത്തര പേപ്പർ വെട്ടിമാറ്റാം. ഇവൻ ഇങ്ങനെ സംസാരിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആ സമയം തന്നെ ഇവന്റെ 63ഓളം എഴുതിയ 63 മാർക്കിന്റെ ഉത്തരം എഴുതിയ ഷീറ്റ് മുഴുവൻ വെട്ടിമാറ്റുകയായിരുന്നു ഉണ്ടായത്. തീർച്ചയായും ഞാൻ ശ്രീ ഫസൽ ഗഫൂർ, ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഞാനതിന്റെ ചില ക്യാപ്ഷൻസ് ഒന്ന് വായിക്കാം. അതായത് ലേഡീസ് ഹോസ്റ്റലിന് പുറകിൽ നഗ്നരായി നടക്കുന്ന ഷോമാൻമാർ, പെൺകുട്ടികൾ വസ്ത്രം മാറുന്നത് കാണാൻ സീ ഹോളുകൾ. ഒരു കോളേജിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. പരിശോധനയുടെ പേരിൽ യുവതികളെ നഗ്നയാക്കുന്ന വനിതാ വാർഡൻ, മെൻസ് ഹോസ്റ്റൽ ഇടിമുറി വീരന്റെ നിയന്ത്രണത്തിൽ. ഇതൊക്കെയാണോ ഒരു കോളേജിൽ നിന്ന് കേൾക്കേണ്ട വാർത്തകളാണോ ശ്രീ ഫസൽ ഗഫൂർ? താങ്കളും കച്ചവടം നടത്തുന്ന ആളല്ലേ? കച്ചവടം എന്ന് ഞാൻ പറഞ്ഞത് ആലങ്കാരികമാണെങ്കിലും MESന്റെ കോളേജുകളൊക്കെ തന്നെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ രീതിക്കാണെങ്കിൽ, കാരണം ആ രീതിയിൽ MESനൊക്കെ തന്നെ ഞങ്ങളൊക്കെ ബഹുമാനം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ മേഖല, കാരണം കാട്ടുകള്ളന്മാരുടെ ഇടയിൽ ചിലരെങ്കിലും ചെയ്യുന്ന അല്ലെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ കോളേജുകളിൽ നിന്ന് വരേണ്ട വാർത്തകളാണോ ഇതൊക്കെ ശ്രീ ഫസൽ ഗഫൂർ? ഇതിനു മുമ്പ് ഞാനൊരു കാര്യപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കണം കേരളം. കുറെ മുമ്പും ഇടതുപക്ഷം തന്നെ ഭരിച്ചിരുന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തമാണ്. MLA നമ്മുടെ മുമ്പിലിരിക്കുന്ന മുഹമ്മദ് മുഹ്സിൻ ഇടതുപക്ഷ MLA ആണ്, JNUവിൽ പഠിച്ച ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളെ മുഖംമൂടിയിട്ട് ഇവിടെ പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിന്നവിടെ ഇരിക്കുന്നത്. ആ സുഹൃത്തിനോട്, ആ പയ്യനോട് മുഖംമൂടി എടുത്ത് മാറ്റാൻ പാടില്ല, ധൈര്യപൂർവ്വം മോൻ കാണട്ടെ. ആരാ കേരളത്തിൽ പയ്യന്റെ പേര് വെക്കേണ്ടി വരും. അതാണ് അതിന്റെ ആ കുടുംബത്തിന്റെ ഭയം. ഇല്ല, ഞാൻ പറയുന്നത് കൈരളി ചാനലിന്റെ മുന്നിൽ ധൈര്യപൂർവ്വം ഈ വിദ്യാർത്ഥി അതൊരു സിഗ്നലാണ്, ഒരു പ്രതീകമാണ്. മുഖംമൂടി എടുത്ത് മാറ്റട്ടെ ധൈര്യപൂർവ്വം. എന്താണ് ഈ വിദ്യാർത്ഥിക്ക് സംഭവിക്കാൻ പോകുന്നത്? സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികളെ കൊല ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് വളരെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ
ഈ കഴിഞ്ഞ ജനുവരിയിൽ 2016 തുടങ്ങിയപ്പോൾ 3 വിദ്യാർത്ഥികൾ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് മറ്റേ വിൽപുരം എന്നുള്ള സ്ഥലത്ത്. അതിനുശേഷം ഞാൻ അമൃതയിലാണ് പഠിച്ചത്. എനിക്കറിയാം, ഞാൻ പഠിക്കുന്ന സമയത്ത് അമൃതയിൽ MBA പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. അതേ അമൃതയിൽ തന്നെ നമ്മുടെ മൈസൂര് വെച്ചിട്ട് ഒരു വിദ്യാർത്ഥിയുടെ ഡയറി നോക്കി പരസ്യമാക്കിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയും ഒരു മാസത്തോളം കോളേജ് അടച്ചിടുകയും തിരിച്ചു വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെയൊക്കെ പുറത്താക്കിക്കൊണ്ടാണ് കോളേജ് തുറന്നത്. ഇതാണ് കേരളത്തിനുള്ള പുറത്തെ അവസ്ഥ. പക്ഷേ MLA ആയിരിക്കുന്ന ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാൻ പാടില്ല എന്ന് മാത്രമല്ല, ക്യാമ്പസുകൾ ജയിലുകളായി മാറുകയാണെങ്കിൽ, വിദ്യാഭ്യാസം അത് ചങ്ങലകളായി മാറുകയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥിയും ഭഗത് സിംഗും ചെഗുവേരയുമായി മാറേണ്ടി വരും. അത്തരത്തിലുള്ള ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു MLA നിലയിൽ ഈ വിഷയം വേണമെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ ഏറ്റെടുക്കുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിലേക്ക്, താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ആ മുഖംമൂടി മാറ്റുന്നില്ല? ഫസൽ ഗഫൂർ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഈ ചാനൽ ചർച്ചയിൽ മുഖംമൂടിയിട്ട് വരേണ്ടി വരുന്നു, പേര് വെളിപ്പെടുത്താൻ കഴിയാതെ പോകുന്നു? ഞാൻ ഈ മുഖംമൂടി മാറ്റിയ നാളെ എന്റെ ജീവിതം പോയി. എങ്ങനെ പോയി? എന്റെ ജീവിതം പോയ എന്റെ വീട്ടുകാരും ഇതേപോലെ തന്നെ. ചിലപ്പോ ഞാൻ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാവും. ഒരിക്കലും ഞാൻ പറയട്ടെ, എങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ അവർ എന്നെ അറിഞ്ഞാൽ അവർ എന്നെ ഡിസ്മിസ് ചെയ്യും കോളേജിൽ നിന്ന്. കോളേജ് ഡിസ്മിസ് ചെയ്താൽ എനിക്ക് പിന്നെ TC തരില്ല, എനിക്ക് മറ്റൊരു കോളേജിൽ പഠിക്കാൻ പറ്റില്ല, അവന്റെ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. എന്റെ അനിയനായിട്ടുള്ള സുഹൃത്തിനോട് ഞാൻ പറയാണ്, എനിക്ക് പറയാൻ പറ്റും, ആ മുഖംമൂടി അഴിച്ചോളൂ. ഇതിന്റെ പേരിൽ, ഈ വിദ്യാർത്ഥിയുടെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് എന്ത് വില കൊടുക്കും? നിന്റെ വിദ്യാഭ്യാസം ഞാനുണ്ടാവും. എന്റെ സ്ഥാനം പ്രശ്നമല്ല, എന്റെ ഭാവി പ്രശ്നമല്ല, ഞാൻ ഉണ്ടാവുന്ന ഉറപ്പ് പറയാണ്. മുഖംമൂടി അഴിച്ചോളൂ. അത് വേറെ ഗവൺമെന്റ് വേറെ ഒന്നുമില്ല. തയ്യാറുണ്ടോ ഈ ചർച്ചയിൽ? കാരണം ഇതിന്റെ പേരിൽ നെഹ്റു കോളേജിൽ ഈ വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല. അല്ലല്ല, അവിടെ അഡ്മിഷൻ പോകുന്നെങ്കിൽ MES അഡ്മിഷൻ തരും, ശ്രീ ഫസൽ ഗഫൂർ തരും. ഈ ചർച്ചയിൽ പറയുന്നു, അദ്ദേഹം പറയാതെ പറയുന്നു അല്ലേ? പ്രശ്നമല്ല. അതെ, മുഖംമൂടി എടുത്ത് അയച്ചോളൂ. റെഡി ഏറ്റോ മുഖംമൂടി അയക്കൂ. ഇല്ല, എനിക്ക് ഭയമാണ്. എനിക്ക് ഇനി എനിക്ക് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ധൈര്യപൂർവ്വം മുഖംമൂടി അയച്ചോളൂ. അതാണ് ഒരു പക്ഷേ ശ്രീ മുഹമ്മദ് മുഹ്സീൻ, നിങ്ങൾ പ്രതികരിക്കണ്ടേ? എന്റെ വീട്ടുകാർക്ക് എന്നെയാണ് പ്രതീക്ഷ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിലാണ് അവരെ അഡ്മിഷൻ കിട്ടുന്നത് മുതൽ അവരെ കാണിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ അനിയനോട്, ഇതിന്റെ പേരിൽ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നിന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നവരെ ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഞാൻ മാത്രമല്ല, കേരള സമൂഹം മുഴുവൻ ഉണ്ടാവും, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ ഉണ്ടാവും, കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം ഉണ്ടാവും. ഇത് കേരളമാണ്. അങ്ങനെ ഒരു മാനേജ്മെന്റും കേരളത്തിലെ വിദ്യാർത്ഥികളോട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് അനിയനോട് ഞാൻ പറയുന്നു, എന്തായാലും അല്ല ശ്രീ, ഞാൻ താങ്കളെ നിർബന്ധിക്കുന്നില്ല. കാരണം ഇത് ഒരു വാഗ്ദാനം ഉറപ്പിച്ച്, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം പോലും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചാണ് അദ്ദേഹം ഈ മുഖംമൂടിയിട്ടെങ്കിലും സ്റ്റുഡിയോയിൽ വരാൻ തയ്യാറായത്. അതുകൊണ്ട് ഞാൻ എന്തായാലും നിർബന്ധിക്കുന്നത് താങ്കളെ. എന്തായാലും ഇത്രത്തോളം ഗുണ്ടായിസം ഭയപ്പെടുന്ന രീതിയിൽ കാട്ടാളന്മാരാണോ ആ കോളേജിലുള്ള അധ്യാപകരും അല്ലെങ്കിൽ ഈ മാനേജ്മെന്റും? സുഹൃത്തെ, പറയുന്നുണ്ട്. അവരെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനാണ് എല്ലാം ചെയ്യുന്നത്. അധ്യാപകർ ഇവർ നോക്കുകുത്തികൾ മാത്രം. പ്രിൻസിപ്പൾ വരെ നോക്കുകുത്തിയാണ്. മാനേജ്മെന്റിനാണ് മൊത്തം റൂൾ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നത് ഇതേപോലെ ഇവിടുത്തെ അധ്യാപകർ ചെയ്ത് അവർ ഇതേപോലെ പുറത്താക്കും. അവർക്ക് ഇതേപോലെ വേറെ കോളേജിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ ജീവിതം യാഥാർത്ഥ്യമാവും. അപ്പൊ അവർക്ക് ഈ കോളേജിന് കോളേജിനെതിരെ സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മാനേജ്മെന്റ് ആണ് ഇവരെല്ലാവരും ഭരിക്കുന്നത്. മാനേജ്മെന്റിനെതിരെ നിന്ന ആരെയും ആ കോളേജിലോ വേറെ മറ്റു കോളേജിലോ എങ്ങോട്ടോ അവർക്ക് ജോലി ചെയ്യാൻ ഒന്നിനും പറ്റില്ല. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പ്രിൻസിപ്പൾ ആയിക്കോട്ടെ.
യെസ്, ശ്രീ ഫസൽ ഗഫൂർ, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന താങ്കളുടെ ഒരു മേഖലയെക്കുറിച്ച് ഇത്രത്തോളം ഇങ്ങനെ ഭയപ്പാടോട് ഉത്തരേന്ത്യയിൽ മാത്രം എനിക്കൊന്ന് മുഹമ്മദ് ഹുസൈൻ, അതായത് ഉത്തരേന്ത്യൻ ചാനലുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ കാണാറുണ്ട്, മുഖം മൂടി അടിഞ്ഞുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ അതൊക്കെ തന്നെ വേറെ സംഭവങ്ങളിൽ ബന്ധപ്പെട്ടായിരിക്കും വന്ന് ചാനലിൽ മുഖം പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. ഇങ്ങനെ എന്താണ് ശ്രീ ഫസൽ ഗഫൂർ, നിങ്ങൾ വളർത്തി വലുതാക്കി വിടുന്ന ഒരു തലമുറ പ്രതികരണമില്ലാതെ ചത്ത് ഒരുപക്ഷെ ജഡം പോലെ നിങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന വലിയൊരു വിഭാഗം, ഇതാണോ നിങ്ങളുടെ കർമ്മപഥം? അല്ല, ഞാൻ പറഞ്ഞ അതിൽ രണ്ടു വിഷയം കൂടെ നമ്മൾ പറയാനുണ്ട്. ഇപ്പം എന്താ വേറെ സംഭവം ഉണ്ടായിരിക്കുന്നത്, കോളേജുകളിൽ 75% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. ഈ പെൺകുട്ടികൾ പ്രതികരണ ശക്തിയൊന്നുമില്ല. അപ്പം തന്നെ അവർ തന്നെ ഈ കാര്യങ്ങളൊന്നും അവർ താല്പര്യം കാണിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്, എൻ്റെ സുഹൃത്ത് പയ്യൻ പറഞ്ഞ മാതിരി തന്നെ അധ്യാപകർക്ക് സ്ഥിരതയില്ലല്ലോ. എയ്ഡഡ് കോളേജിലെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ മാനേജ്മെന്റ് പറയണം കേൾക്കണ്ട, ഗവൺമെന്റ് പറയണം കേൾക്കണ്ട, യൂണിവേഴ്സിറ്റി പറയണം കേൾക്കണ്ട, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ആ അധ്യാപകന്റെ ശമ്പളം ഫിക്സ് ചെയ്യുന്നത്, അധ്യാപകന്റെ സീനിയോറിറ്റി തീരുമാനിക്കുന്നത്, അധ്യാപകനെ ട്രാൻസ്ഫർ എന്ന് പറയാനില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യണതിനായിട്ട് അവിടെ ഇത് കൊടുക്കേണ്ടത് എല്ലാ കാര്യവും മാനേജ്മെന്റിന്റെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പൊ അധ്യാപകർക്കും അതിനവിടെ പവറില്ല. അതിനെല്ലാം പുറമെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള മതമൗലികവാദം, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. സ്ഥാപനങ്ങളെല്ലാം മതമൗലികവാദം പടരുകയാണ്, അരാഷ്ട്രീയവാദം പടരുകയാണ്. അപ്പൊ മൊത്തത്തിൽ ഈ സ്വയാശ്രയ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യം, ഞങ്ങൾ അതിലുണ്ട് എന്നുള്ള വേറെ വിഷയം, പക്ഷെ ഞങ്ങൾ എയ്ഡഡ് മേഖലയിൽ ഉണ്ടല്ലോ, മനസ്സിലല്ലേ? അപ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, സ്വയാശ്രയ മേഖലയുടെ മൊത്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തിരുത്തൽ ഈ സ്വയാശ്രയ മേഖല എല്ലാ നിലക്കും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. വിദ്യാർത്ഥികളും തീരെ മെറിറ്റില്ലാത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും അവർക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. അപ്പൊ അതും ഒരു മറ്റേ ഇത്തരത്തിലുള്ള നമ്മുടെ ആത്മഹത്യ പോലുള്ള പ്രവണതകളിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഫീസ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അല്ലാതെ ഒരു മാനേജ്മെന്റ്, ഇപ്പൊ നെഹ്റു മാനേജ്മെന്റ് ബേസിക്കലി അവർ നമ്മുടെ തമിഴ്നാട് നിന്ന് വന്ന മാനേജ്മെന്റാണ്. അപ്പൊ ചിലപ്പോൾ കേരളത്തിലെ രീതികളായിട്ട് അവർ പൊരുത്തപ്പെട്ട് വരുന്നുണ്ടാവില്ല. അതായിരിക്കും കാരണം അവരുടെ കോളേജസ് ഒക്കെ തമിഴ്നാട്ടിലാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ സ്വയാശ്രയ മാനേജ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് അധികം പേരും. ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ അനവധി എംപിമാർ, മഹാരാഷ്ട്രയിലെ ദത്താമേഘയെ, അല്ലെങ്കിൽ DY പട്ടേൽ, അല്ലെങ്കിൽ ഷാവാനൂർ ശിവശങ്കരപ്പ കർണാടകയിൽ, ഇവിടെ JPR മദ്രാസിൽ, അവരാണ് വോഡയാർ, ഇവരാണ് കോളേജുകൾ നടത്തുന്നത്. ഇവര് രാഷ്ട്രീയ വിദ്യാഭ്യാസ മാഫിയ കൂടിയാണ്. സ്വയാശ്രയ വിദ്യാഭ്യാസ മാഫിയല്ല, രാഷ്ട്രീയ അപ്പൊ ആ ഒരു സംസ്കാരം ചിലപ്പോൾ കേരളത്തിലോട്ട് കടന്നുകൂടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. യെസ്, സുഹൃത്തെ, ഈ ലേഡീസ് ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾ വസ്ത്രം മാറുന്നത് കാണാൻ സീ ഹോള്, ഈ യുവതികളെയൊക്കെ തന്നെ പരിശോധന, കിടപ്പുമുറിയിൽ ഒളിക്യാമറ, ഇതൊക്കെ വസ്തുതയാണോ, സത്യമാണോ ഇതൊക്കെ? സത്യമാണ്. അത് അവിടുത്തെ ഗേൾസ് ഞങ്ങളെ ഫ്രണ്ട്സിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളങ്ങനെ എല്ലായിടത്തും ക്യാമറയാണ്, കീ ഹോളൊക്കെ ഉണ്ട്. പിന്നെ അവരെ നിരീക്ഷിക്കാൻ എങ്ങനെ ആരൊക്കെയുണ്ട്, അവരെ പേഴ്സണൽ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തിക്കും അപ്പുറത്തേക്ക് ഒരു സമാന്തര സംവിധാനമുണ്ടോ? ഒരു ഗുണ്ടായിസം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുക, പഠനകാര്യങ്ങളിൽ പോലും ഇടപെടാൻ തക്ക ശേഷിയും ശക്തിയുമുള്ള ഒരു സമാന്തര സംവിധാനമുണ്ട്? അവിടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്, ഒരു നോക്കൂത്തി മാത്രമാണ് പ്രിൻസിപ്പലിനെ കൊണ്ട് അവിടെ ഒരു ഉപയോഗമില്ല. പ്രിൻസിപ്പലിനെ കൊണ്ട് അവർ പ്രവർത്തിപ്പിക്കുകയാണ്. എന്ത് പറയുന്നത് പ്രിൻസിപ്പൽ ചെയ്യണം. പ്രിൻസിപ്പൽ അല്ല അവിടെ കാര്യങ്ങൾ നീക്കുക. അതിന് മുകളിൽ PR ഉണ്ട്, മാനേജ്മെന്റ്, അവരാണ് ഇത് മൊത്തം ചെയ്യണത്. ഈ PR-ക്ക് ഗുണ്ടകളുണ്ട്. ഇതുവരെ സീനിയേഴ്സ് ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു കേട്ടാണ്, കോളേജിൽ പറഞ്ഞു കേട്ടാണ്, PR-ന് ഗുണ്ടകളുണ്ട്. അവർ പലയിടത്തും അവരുണ്ട്, ക്യാൻറ്റീൻ കുറെ ഭാഗത്തുണ്ട്. പ്രിൻസിപ്പൽ വരെ നോക്കൂത്തിയാണ്. പ്രിൻസിപ്പൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിൻസിപ്പൽ വെറുതെ ഒന്ന് ക്ലാസ്സിൽ എല്ലാം നോക്കി പോകുന്നല്ല. പ്രിൻസിപ്പലിന് ഒരു പവറും ഇല്ല അവിടെ. അവരെന്ത് പറയുന്നത് അത് പ്രിൻസിപ്പലും കേൾക്കണം. അതാണ് അവിടെ നടക്കുന്നത്. യെസ്, മുഹമ്മദ് മുഹസിൻ, ഇനി നിങ്ങൾ ഈ കാരണം ഇവരെ സർക്കാരിനെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ സമരം നടത്തി, പല സ്വാശ്രയ സമരങ്ങളൊക്കെ നടത്തിയ ആളുകൾ, നിങ്ങളൊക്കെ ഈ സാമാജികരൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം പ്രവണതകൾ. എന്ത് പൊളിച്ചെഴുത്ത്! കാരണം ജനങ്ങൾ, വിദ്യാർത്ഥികളുടെ ക്ഷമ നശിക്കുന്നു, രക്ഷകർത്താക്കളുടെ ഒക്കെ തന്നെ ക്ഷമ നശിച്ച് മുന്നോട്ട് വരേണ്ട ഒരു പക്ഷേ ഒരു വിപ്ലവത്തിന് പോലും സാധ്യമായ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്? എന്ത് ഇടപെടലുണ്ടാകും? എന്ത് മോണിറ്ററിംഗ് സംവിധാനത്തിന് വേണ്ടി താങ്കൾ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നു? തീർച്ചയായിട്ടും ഇതിലൊരു സമഗ്രമായിട്ടുള്ള ഒരു നിയമ നിർമ്മാണം തന്നെ ആവശ്യമുണ്ട്.
കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള സാഹചര്യം ക്യാമ്പസിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടത്, കേരളത്തിൽ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിൽ ആകമാനം വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. JNUവിലെ വിഷയം നിങ്ങൾക്കറിയാം, അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ അറിയാം, HCUവിൽ അറിയാം, ജാദവ്പൂരിൽ അറിയാം. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഗോളിയോറിൽ മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസാമിൽ ടിസിൻ്റെ സെൻറ്ററിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇന്ത്യയിലെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു പെൺകുട്ടികൾക്ക് പ്രതികരണ ശേഷി കുറവാണെന്ന്. പെൺകുട്ടികൾക്ക് പ്രതികരണ ശേഷി കുറവായതുകൊണ്ടൊന്നല്ല, ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതെയാവുകയും അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ഒന്നോ രണ്ടോ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത്. അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ പെൺകുട്ടിയായിട്ടുള്ള ഒരു പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ റിച്ച സിംഗ് അവിടുത്തെ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ആളെയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഇനാഗുറേഷന് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ റിച്ച സിംഗ് അതിനെ എതിർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ റിച്ച സിംഗിൻ്റെ അക്കാദമിക്ക് പോലും ഇല്ലാതെയായി. പല രീതിയിലുള്ള കേസുകൾ അവർക്കെതിരെ വരികയും ഇപ്പോൾ അവർ അവിടുത്തെ റിസർച്ച് സ്റ്റുഡൻ്റ് അല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ JNUവിൽ ആൻറ്റി നാഷണൽസ് ആണെന്നാണ്, രാജ്യദ്രോഹികളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും രോഹിത് വെമുല ആത്മഹത്യ ചെയ്തിട്ട് ഇന്നും നീതിയിൽ വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചാണ് അന്വേഷണ കമ്മീഷൻ പറയുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ കോളേജോ അല്ലെങ്കിൽ ഒന്നുമല്ല, കേരളത്തിൽ പൊതുവെ ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ വിദ്യാഭ്യാസം ഈ രീതിയിലാണ് വിദ്യാർത്ഥികളെ കണക്കാക്കുന്നത്. ഇതിന് സമഗ്രമായ പൊളിച്ചെഴുത്ത് കേന്ദ്രത്തിലും വേണം. കേരളത്തിൽ നമുക്ക് നിയമനിർമ്മാണത്തിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇതുപോലെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് മുഖമൂടിയിട്ട് വരേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. വിദ്യാർത്ഥി മൂവ്മെൻറ്റുകൾ വളരെ സജീവമായിട്ട് വീണ്ടും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനെ തടസ്സം നിൽക്കുന്ന മാനേജ്മെൻറ്റുകൾക്കെതിരായിട്ട് ഗവൺമെൻറ് നടപടിയെടുക്കണമെന്ന് പറയുന്നതിനപ്പുറത്ത് ഇവിടുത്തെ യുവാക്കളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടി അതിന് വിദ്യാർത്ഥി മൂവ്മെന്റിനെ അംഗീകാരം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടി തീർച്ചയായും. ഇടവേളയ്ക്ക് ശേഷം അവസാന ഘട്ടത്തിലേക്ക് എത്താം. സുഹൃത്തിലേക്ക്, നിങ്ങൾ എങ്ങനെയാണ് ഇനി വിദ്യാർത്ഥികൾ ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ഇനി പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിക്കുന്നത്? കാരണം ഇനി മുഖം മൂടി എന്ന ആ ഒരു കവചം മാറ്റിവെച്ച് പുറത്തേക്ക് ശക്തമായി പ്രതികരണം, അതാണ് സമൂഹം തേടുന്നത്. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഏവരും തേടുന്ന കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ നിങ്ങൾ ഉയർന്ന് എണീക്കുമോ? അതാണ് ഈ ചർച്ചയിലൂടെയും ഒക്കെ തന്നെ ഉയരുന്ന ചോദ്യവും. സുഹൃത്തെ, ഞങ്ങൾ ഇതിന് ശക്തമായി പ്രതികരിക്കും. മാനേജ്മെന്റ് ഇവരുടെ കൊള്ളരുതായ്മ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. ഇവർ ശക്തമായി പ്രതികരിക്കും. എനിക്ക് MLA സാറിനോട്, മുഹമ്മദ് മുഹസിൻ സാറിന്റെ ഒരു കാര്യം പറയാനുണ്ട്. ഈ പ്രശ്നം ഇത് മുഖ്യമന്ത്രി പിണറായി സാറിന്റെ ശ്രദ്ധയിൽ ചെലുത്തണം. എന്നാൽ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത് എന്തായാലും മുഖ്യമന്ത്രി സാറിന്റെ കയ്യിൽ സാറിനോട് ഇത് പറയണം. മുഖ്യമന്ത്രി സാറിനോട് പറയണം. പിന്നെ ഇതില് CI കോളേജ് ഉണ്ടായിരുന്നു, ഞങ്ങൾ സമരത്തിന് CI ഉണ്ടായിരുന്നു. ഈ CI മാനേജ്മെന്റിനോട് കൂടുതലുള്ള ആളാണ്. അവരുടെ കയ്യിൽ നിന്ന് കോടമായിട്ട് സംശയമുണ്ട്. കാരണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇവരെന്ത് ഫോണിലാണ് ഫുൾ അവർ വിളിച്ച് അവരെന്താ പറയുന്നത് അത് ഞങ്ങളോട് പറയും. വേറൊന്നും അവർക്ക് പറയാനില്ല. ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അവർ കേൾക്കാൻ സമയമില്ല. അപ്പോ ഇത് എന്തൊരു മുഖ്യമന്ത്രി നിങ്ങൾ പറയണം, ചെലുത്തണം ഈ കാര്യങ്ങളെല്ലാം പറയണം. എന്നാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. തീർച്ചയായും മുഹസിനിലേക്ക് എത്താം. ശ്രീ ഫസൽ ഗഫൂർ, കാരണം ഈ കാട്ട് കൊള്ളക്കാരന്മാർ പലരുടെയും ഇടയ്ക്ക് താങ്കളെപ്പോലെയുള്ളവരെയൊക്കെ തന്നെ വളരെ ബഹുമാനത്തോടുകൂടിയും ഔന്നത്യത്തോടും കൂടി കാണുന്നതാണ് ഈ പൊതുസമൂഹം. താങ്കൾക്കൊക്കെ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ, കാരണം നിങ്ങൾക്കൊക്കെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, ഇത്തരം പ്രവണതകളെയൊക്കെ ചെറുക്കാനും അടുത്ത സുഹൃത്താണല്ലോ ഈ പറയുന്ന കൃഷ്ണദാസൊക്കെ, ഒന്ന് വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ഒന്ന് നല്ല ഭാഷയിൽ ഉപദേശിക്കാനും ഒക്കെ തരം കിട്ടുമ്പോൾ ചെയ്തുകൂടെ താങ്കൾക്കോ? കാരണം ഇത് ചെറിയ ഒരു കാറ്റ് വീശിയാൽ പോലും മൊത്തത്തിൽ ആ മേഖല മൊത്തം ഒരു പക്ഷേ തുടച്ചു നീക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഭാഗത്ത് നിന്നൊക്കെ എന്തിടപെടലാണ് ഉണ്ടാകാൻ പോകുന്നത്?
അതായത് അതാണല്ലോ ഞങ്ങൾ ചാനലിൽ വന്ന വളരെ ദൃഢമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്നും ഇന്നലെയായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് ഇതിനുള്ള പരിഹാരങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പരിഹാരം എന്നുള്ളവർക്ക് ഈ പ്രശ്നത്തെ പറ്റിയിട്ട് സർക്കാരിൻ്റെ അന്വേഷണം നടത്തണം, അതിലെ കുറ്റവാളികളെ കണ്ടുപിടിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട്, രാജൻ ഗുരുക്കളാണ് ഇപ്പോൾ ഇന്ന് ഇൻചാർജ് ആയിട്ടുള്ളത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്വയാശ്രയ മേഖലയിലെ ഈ പ്രശ്നങ്ങളെ പറ്റി പഠിച്ചിട്ട് ഓൾറെഡി കുറേയേറെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതല്ല, അത് എങ്ങനെ നടപ്പാവും എന്നുള്ള കാര്യത്തിലോട്ട് പോവുകയും നിയമനിർമ്മാണം നടത്തുകയും വേണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇപ്പോൾ ലിൻഡോ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതനുസരിച്ച് രാഷ്ട്രീയം പാടില്ല, അവിടെ പെട്ടില്ലേ. അതേമാതിരി കോടതി പല കാര്യങ്ങളും ഇടപെടുന്നു. ഈ CCTV വെക്കണം എന്നൊക്കെ പറയുന്നത് കോടതി തന്നെയാണ്. അപ്പൊ കോടതി എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ അരാജകത്വമാണ് ഈ ഇന്ത്യയിൽ മുഴുവൻ വിദ്യാഭ്യാസ ഇതിന് തകരാറെന്നുള്ള മട്ടിലാണ് കോടതി വിധികൾ വന്നിട്ടുള്ളത്. അതൊന്നും. മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിൽ പറഞ്ഞു, വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കണം. 4 മതസാമുദായിക സംഘടനകളുടെ ക്യാമ്പസുകളിൽ ഇടപെടുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഈ എല്ലാ മാനേജ്മെന്റുകളുടെ ഓരോ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, അവരെയും വിദ്യാർത്ഥി പ്രതിനിധികളെയും അധ്യാപക പ്രതിനിധികളെയും വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു കൺസെൻസസിൽ എത്തിക്കൊണ്ട് അതുകൂടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ സമർപ്പിച്ചുകൊണ്ട് അപ്പൊ ആർക്കും പറയാൻ പറ്റൂല്ലോ, പരസ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇതെല്ലാം കോടതി വിധി. തീർച്ചയായും അങ്ങനെ തന്നെ ഇടപെടലുണ്ടാവണം. ശ്രീ മുഹമ്മദ് മുഹ്സീൻ, എന്തായാലും അവസാനമായി വളരെ ചുരുക്കി ഈ വിദ്യാർത്ഥി സമൂഹത്തിന് എന്ത് പിന്തുണയാണ് താങ്കളുടെ പ്രസ്ഥാനം നൽകുന്നത്? ഏത് രീതിയിലുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമോ? അവസാനമായി താങ്കൾക്ക് പറയാനുള്ളത്? പല ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യം അടിയന്തരമായി ജിഷ്ണുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ആക്ഷൻ എടുക്കണം. അതിനുശേഷം ഇത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ലാതിരിക്കാനുള്ള ഒരു സംവിധാനം സമഗ്രമായി പഠിച്ച് നിയമനിർമ്മാണം നടത്തേണ്ടി വരും. 3, കേന്ദ്രത്തിന്റെ നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ. ലിങ്ഡോ കമ്മീഷൻ മുതൽ അങ്ങോട്ടുള്ള നിയമങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ സർക്കുലറായിട്ട്. അത്തരത്തിലുള്ള സംഗതികൾക്കെതിരായിട്ട് ലീഗലായിട്ട് നമ്മൾ പോരാടേണ്ടി വരും. അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വരും. പയ്യന്റെ വസതി കൂടി ഞാൻ പോകുന്നുണ്ട്. നാളെ ആ പയ്യന്റെ ജിഷ്ണുവിന്റെ വീട്ടിലേക്ക് നാളെ ഞാൻ പോകുന്നുണ്ട്. വളരെ നന്ദി മുഹമ്മദ് മുഹ്സീൻ. ഡോക്ടർ ഫസൽ ഗഫൂർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കിയ പ്രിയ സുഹൃത്ത്, ഒപ്പം ചർച്ചയിൽ പങ്കുചേർന്ന ആഷിഖ് അബു, ശ്രീജിത്ത്, ജിഷ്ണുവിൻ്റെ അമ്മാവൻ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.